എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് 7th ക്ലാസ്സിലെ ഹിന്ദി NCERT വസന്ത് എന്ന പുസ്തകത്തിലെ 10th ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ചാപ്റ്ററിൻ്റെ പേരാണ് അപൂർവ അനുഭവ്. NCERTയുടെ സൈറ്റിലുള്ള സെയിം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, യാസുക്കി चांद को अपने पेड़ पर चढ़ाने के लिए तोतो चांद ने अथक प्रयास क्यों किया? लिखिए. യാസുക്കി ചാൻഡിനെ തൻ്റെ മരത്തിൽ കയറ്റാൻ വേണ്ടിയിട്ട്, ആരുടെ മരമാണ്? തോത്തോ ചാൻ്റെ മരം. അപ്പോൾ തോത്തോ ചാൻ്റെ മരത്തിൽ യാസുക്കി ചാൻഡിനെ കയറ്റാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇത്ര പ്രയാസപ്പെട്ടത്, പരിശ്രമിച്ചത്? അഥക് പ്രയാസ് എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രയാസപ്പെട്ട് അല്ലെങ്കിൽ പരിശ്രമിച്ച് കയറ്റുക. എന്തിനാണ് അങ്ങനെ ചെയ്തത്? യാസുക്കി ചാൻ തോത്തോ ചാൻ കാ പ്രിയ മിത്രത. യാസുക്കി ചാൻ തോത്തോ ചാനിൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ടായിരുന്നു. വഹ പോളിയോഗ്രസ്ത ത. ആ കുട്ടി പോളിയോ ബാധിച്ച ഒരു കുട്ടിയായിരുന്നു. इसलिए वह पेड़ पर नहीं चढ़ सकता था. അതുകൊണ്ട് മരത്തിൽ കയറാൻ പറ്റില്ലായിരുന്നു. जबकि जापान के शहर തോമോയെ में हर बच्चे का एक निजी पेड़ था. ജപ്പാനിലെ ഒരു തോമോയെ എന്ന് പറഞ്ഞ ഒരു സിറ്റിയിൽ എല്ലാ കുട്ടികൾക്കും അവരവരുടേതായിട്ടുള്ള ഒരു സ്വന്തം, നിജി എന്ന് പറഞ്ഞാൽ ഒരു സ്വന്തമായിട്ടുള്ള ഒരു മരങ്ങളുണ്ടായിരുന്നു. ലേക്കിൻ യാസുക്കി ചാനിനെ ശാരീരിക് അപംഗത കെ കാരൺ, എന്നാൽ യാസുക്കി ചാനിന് ശാരീരിക് അപംഗത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കുറവുകൾ കൊണ്ട് കിസി പേഡ്ക്കോ നിജി നെഹി ബനായാ ഥാ. ഒരു മരത്തിനെയും അങ്ങനെ സ്വന്തമാക്കി വെച്ചിട്ടില്ലായിരുന്നു ആ കുട്ടി. തോത്തോ ചാൻ കി അപ്പനി ഇച്ഛാ തീക്കി. തോത്തോ ചാനിന് എന്തായിരുന്നു അപ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത്? വഹ യാസുക്കി ചാൻ കോ അപ്പനി പേഡ് പർ ആമന്ത്രിത് കർ. യാസുക്കി ചാനെ തൻ്റെ മരത്തിലേക്ക് വിളിച്ച്, ആമന്ത്രിത് കർ എന്ന് പറഞ്ഞാൽ ഇൻവൈറ്റ് ചെയ്യുക, ക്ഷണിച്ച്, ദുനിയാക്കി സാരി ചീസേ ദിഖായേ, ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം കാണിക്കാൻ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. യഹി കാരൺ ഥാ, ഈ കാരണം കൊണ്ടായിരുന്നു യാസുക്കി ചാൻ കോ അപ്പനി പേഡ് പർ ചടാനെ കെ ലിയെ അഥക് പ്രയാസ് കിയ. യാസുക്കി ചാനിന് തൻ്റെ മരത്തിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ദൃഢനിശ്ചയ और अथक परिश्रम से सफलता पाने के बाद തോത്തോ ചാൻ और യാസുക്കി ചാൻ കോ അപൂർവ അനുഭവ് മില. ദൃഢനിശ്ചയവും അഥക് പരിശ്രമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കഠിനമായ പരിശ്രമത്തിൻ്റെയും സഫലത, അതിൻ്റെ ഫലമായിട്ട് രണ്ടുപേർക്കും, തോത്തോ ചാൻക്കും യാസുക്കി ചാൻക്കും ഒരു അപൂർവ അനുഭവം കിട്ടിയിരുന്നു. ഇൻ ദോനോ കെ അപൂർവ അനുഭവ് കുച്ച് അലഗ് അലഗ് ഥേ. ഇവരുടെ രണ്ടുപേരുടെയും അപൂർവ അനുഭവങ്ങൾ വേറെ വേറെയാണ്, അല്ലേ? വേറെ വേറെ ഫീലാണ് രണ്ടുപേർക്കും. ദോനോമേ ക്യാ അന്തർ രഹേ ലിഖിയെ. അതിൽ രണ്ടിലും എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എഴുതാൻ പറഞ്ഞിരിക്കുക. दृढ़ निश्चय और अथक परिश्रम से पेड़ पर चढ़ने की सफलता पाने के बाद, ദൃഢനിശ്ചയവും കഠിനമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ശേഷം മരത്തിൽ കയറാനുള്ള അത് സഫലമായതിൻ്റെ ശേഷം, ആ സഫലത കിട്ടിയതിൻ്റെ ശേഷം തോത്തോ ചാൻ ഓർ യാസുക്കി ചാൻ കോ അപൂർവ അനുഭവം മില. ഈ രണ്ടുപേർക്കും അപൂർവമായിട്ടുള്ള ഒരു ഫീലായിരുന്നു. ഇൻ ദോനോ കെ അപൂർവ അനുഭവ ക അന്തർ നിമ്ന രൂപ മേ കഹ സക്തേ ഹെ. ഈ രണ്ടുപേരുടെയും അപൂർവമായിട്ടുള്ള ഫീലിങ്സ്, അനുഭവങ്ങൾ നിമ്ന രൂപ മേ, താഴെ കൊടുത്തിരിക്കുന്ന പോലെ പറയാൻ കഴിയും. ആദ്യം തോത്തോ ചാൻ്റെ, അതാണ് കൊടുത്തിരിക്കുന്നത്. തോത്തോ ചാൻ. തോത്തോ ചാൻ സ്വയം തോ റോജ് ഹി അപ്പനെ നിജി പേഡ് പർ ചढ़ती थी. അവൾ സ്വയം എന്നും അവളുടെ മരത്തിൽ കയറുമായിരുന്നു. लेकिन पोलियो से ग्रस्त अपने मित्र यासुकी चान को पेड़ की द्विशाखा तक पहुंचाने से उसे अपूर्व ആത്മസന്തുഷ്ടി വ ഖുഷി പ്രാപ്ത് ഹുയി. എന്നാൽ ഈ പോളിയോ ബാധിച്ച അവളുടെ സുഹൃത്ത് യാസുക്കി ചാനിനെ മരത്തിൻ്റെ ദ്വിശാഖാത്തക്ക്, ദ്വിശാഖ എന്ന് പറഞ്ഞാൽ രണ്ട് ശാഖകൾ, അതിൻ്റെ അർത്ഥം ഒരു മെയിനായിട്ടൊരു ട്രങ്ക് ഉണ്ടാവും, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം, കുറച്ച് മുകളിൽ പോയതിന് ശേഷം പിന്നെ അത് വേർതിരിയില്ലേ, ഇങ്ങനെ വേറെ വേറെ ആയില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ശാഖകൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. അവിടം വരെ എത്തിച്ചതിൽ ഉസേ അപൂർവ ആത്മസന്തുഷ്ടി, ഭയങ്കരമായിട്ടുള്ള ഒരു ആത്മസന്തുഷ്ടിയും സന്തോഷവും കിട്ടി. ക്യൂങ്കി, എന്തുകൊണ്ടെന്നാൽ ഉസ്കെ ഇസ് ജോക്കിം ഭരേ കാര്യസെ, അവളുടെ ഈ ജോക്കിം ഭരേ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജോക്കിം എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടം പിടിച്ച, റിസ്കി ആയിട്ടുള്ള എന്ന് പറയില്ലേ, അത് തന്നെയാണ്. അങ്ങനെ ആ റിസ്കി ആയിട്ടുള്ള ആ കാര്യം കൊണ്ട് യാസുക്കി ചാൻ കോ അത്യധിക് പ്രസന്നത മിലി. യാസുക്കി ചാനിന് വളരെയധികം സന്തോഷം കിട്ടി. മിത്രക്കോ പ്രസന്ന കർണേ മേ ഹി വഹ പ്രസന്നത്തി. ഫ്രണ്ടിനെ സന്തോഷപ്പെടുത്തുന്നതിലാണ് അവൾക്കും സന്തോഷമുണ്ടായിരുന്നത്. അടുത്തത് യാസുക്കി ചാൻ്റെ. യാസുക്കി ചാൻ കോ പേഡ് പർ ചढ़कर അപൂർവ ഖുഷി മിലി. യാസുക്കി ചാനിന് മരത്തിൽ കയറിയിട്ട് അപൂർവമായിട്ടുള്ളൊരു സന്തോഷം കിട്ടി. അതിനർത്ഥം വളരെയധികം സന്തോഷം കിട്ടി. ഉസ്കെ മൻ കി ചാഹ് പൂരി ഹോ ഗയി.
യാസുകി ചാൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയായി. പേട് പർ ചടനാ തോ ദൂർ, മരത്തിൽ കയറുന്നതൊക്കെ ദൂരമുള്ള കാര്യം. വഹ് തോ നിജി പേട് ബനാനെ കെ ലിയെ ഭി ശാരീരിക് രൂപ് സെ സക്ഷം ന ഥാ, മരത്തിൽ കയറുന്നതൊക്കെ ദൂരമുള്ള കാര്യം, ഒരു മരത്തിനെ സ്വന്തമാക്കാനുള്ള ശാരീരികമായിട്ടുള്ള കഴിവുകൾ യാസുകി ചാന് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. സക്ഷം നഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കഴിവുണ്ടായിരുന്നില്ല. ഉസേ ऐसा സുഖ് പെഹ്ലെ കഭി ന മിലാ ഥ, ഇതുപോലുള്ള സുഖം യാസുകി ചാന് ഇതിൻ്റെ മുന്നേ ഒരിക്കലും കിട്ടിയിരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, പാഠ് മേ खोज कर देखिए कब सूरज का ताप यासुकी चान और തോത്തോ ചാൻ पर पड़ रहा था. പാഠത്തുനിന്ന് തിരഞ്ഞെടുത്ത് നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എപ്പോഴാണ് സൂര്യൻ്റെ താപം യാസുകി ചാൻ്റെയും തോത്തോ ചാൻ്റെയും മേലെ വീഴുന്നുണ്ടായിരുന്നത്? അതിൻ്റെ അർത്ഥം വെയിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. വേ ദോനോ പസീനെ സെ തർബതർ ഹോ രഹേ തേ, അവർ രണ്ടുപേരും, പസീന എന്ന് പറഞ്ഞാൽ വേർപ്പിൽ കുളിക്കുകയായിരുന്നു. പസീനേസെ തർബതർ ഹോന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർപ്പിൽ കുളിക്കുകയായിരുന്നു. അതിന് വെറും സാധാരണ കുളിക്കുന്നതിന് തർബതർ എന്ന് പറയില്ല കേട്ടോ. സ്നാൻ കർണ അല്ലാന്നുണ്ടെങ്കിൽ നഹാന എന്ന് പറയും. പസീനേസെ തർബതർ പറഞ്ഞാൽ വേർപ്പിൽ കുളിക്കുകയായിരുന്നു. और कब बादल का एक टुकड़ा उन्हें छाया देकर കടക്തി ധൂപ് സെ ബച്ചാനെ ലഗ, അങ്ങനെയുള്ള സമയത്ത് ഒരു മേഘത്തിൻ്റെ ഒരു പീസ്, ഒരു കഷ്ണം അവർക്ക് തണലായിട്ട്, ഛായ ദേക്കർ അവർക്ക് തണൽ കൊടുത്ത്, കടക്തി ധൂപ് സെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരിഞ്ഞ വെയിൽ എന്നൊക്കെ പറയില്ല, അതിന്ന് അവരെ രക്ഷപ്പെടുത്തുന്നുണ്ടായിരുന്നു. ആപ്കെ അനുസാർ ഇസ് പ്രകാർ പരിസ്ഥിതിക്ക് ബദൽനെ കാ കാരൺ ക്യാ ഹോ സക്താ ഹെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പ്രകാരം ഇങ്ങനെയുള്ള ആ പരിസ്ഥിതി മാറാനുള്ള കാരണം എന്തായിരിക്കാം എന്ന് ചോദിച്ചിരിക്കണം. पहली सीढ़ी से यासुकी चान का पेड़ पर चढ़ने का प्रयास जब असफल हो जाता है, ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്ന് യാസുക്കി ചാൻ മരത്തിൽ കയറാനുള്ള ശ്രമം സഫലമാകാതാകുമ്പോൾ തോത്തോ ചാൻ തിപ്പായി സി ഡി കീഞ്ച് ലായി, തോത്തോ ചാൻ 3 കാലുള്ള, തിപ്പായി സി ഡി എന്ന് പറഞ്ഞാൽ 3 കാലുള്ള സി ഡി പറഞ്ഞാൽ എന്തെങ്കിലും സ്റ്റെപ്പ്, കോണിയാവാം, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റൂളോ എന്തെങ്കിലും ആവാം, അങ്ങനെയുള്ളത് വലിച്ചു കൊണ്ടുവന്നു. അപ്നെ അഥക് പ്രയാസ് സെ ഉസെ ഊപ്പർ ചടാനെ കാ പ്രയാസ് കർനെ ലഗി, അവൾ തൻ്റെ കഠിനമായ പ്രയത്നം കൊണ്ട് അവനെ മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമിച്ചുകൊണ്ടിരുന്നു. तो दोनों तेज धूप में पसीने से तरबतर हो रहे थे, ആ സമയത്ത് രണ്ടുപേരും നല്ല വെയിലായിരുന്നതുകൊണ്ട് വെയിലിൻ്റെ കാരണം വേർപ്പിൽ കുളിക്കാൻ തുടങ്ങി. दोनों के इस अथक संघर्ष के बीच बादल का एक टुकड़ा छाया कर उन्हें कटकती धूप से बचाने लगा. दोनों के इस अथक संघर्ष के बीच, രണ്ടുപേരുടെയും ഇതുപോലുള്ള കഠിനമായിട്ടുള്ള സംഘർഷം പറഞ്ഞാൽ സ്ട്രഗിളിൻ്റെ ആ ഇടയിൽ ബാദൽ കാ ഏക് ടുക്കട, മേഘത്തിൻ്റെ ഒരു പീസ്, ഒരു കഷ്ണം, ഛായാക്കാർ പറഞ്ഞാൽ അവർക്ക് തണലായി വന്ന്, ഉനെ അവരെ കടക്തി ധൂപ് സെ നല്ല പൊരിഞ്ഞ വെയിലിൽ നിന്ന് ബച്ചാനെ ലഗ രക്ഷപ്പെടുത്താൻ തുടങ്ങി. ഉൻ ദോനോ കി മദത് കെ ലിയെ വഹാ കോയി നഹി താ, അവരെ രണ്ടുപേരെയും ഹെൽപ്പ് ചെയ്യാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. സംഭവതഃ ഇസിലിയെ പ്രകൃതി കോ ഉൻ ദോനോ പർ ദയ ആ ഗയി തീ, സംഭവതഃ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എന്ന് പറയില്ലേ, ഹിന്ദിയിൽ ഹോ സക്താ ഹെ എന്നും പറയാം. അതുകൊണ്ട് പ്രകൃതിക്ക് അവരുടെ രണ്ടുപേരുടെ മേലെയും ദയ വന്നിട്ടുണ്ടാവാം. ഓർ തോടി ഖുഷി ഓർ റാഹത്ത് ദേൻ കാ കോശിഷ് കർ റഹാ താ, അവരുടെ മേലെ ദയ വന്നതുകൊണ്ട് കുറച്ചവർക്ക് സന്തോഷം കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ചവർക്ക് റാഹത്ത് എന്ന് പറഞ്ഞാൽ ആശ്വാസം കൊടുക്കാം എന്ന് വിചാരിച്ച് ട്രൈ ചെയ്ത് കാണും. അടുത്ത ക്വസ്റ്റ്യൻ, യാസുക്കി ചാൻ കെ ലിയെ പേട് പർ ചढ़ने का यह अंतिम मौका था. യാസുക്കി ചാന് മരത്തിൽ കയറാനുള്ള ലാസ്റ്റ് ചാൻസ് ആയിരുന്നു ഇത്. ഇസ് അധൂരെ വാക്യക്കോ പൂരാ കീജിയെ, ഈ കംപ്ലീറ്റ് അല്ലാത്ത ഈ വാക്യത്തിനെ പൂർണ്ണമാക്കാൻ പറയാണ്, കംപ്ലീറ്റ് ആക്കാൻ പറയാണ്. ലിഖ് കർ ബത്തായിയെ കി ലേഖികാനെ എസാ ക്യൂ ലിഖാ ഹോഗ, അപ്പോൾ എന്താ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്, ലേഖിക അങ്ങനെ എഴുതാൻ കാരണം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യാസുക്കി ചാൻ കെ ലിയെ പേട് പർ ചढ़ने का यह अंतिम मौका था, യാസുക്കി ചാനിന് മരത്തിൽ കയറാനുള്ള ഇത് ലാസ്റ്റ് ചാൻസ് ആയിരുന്നു. ലേഖികാനെ ऐसा इसलिए लिखा क्योंकि, ലേഖിക അങ്ങനെ എഴുതാൻ കാരണം എന്താണെന്ന് വെച്ചാൽ യാസുക്കി ചാൻ പോളിയോ ഗ്രസ്തത, യാസുക്കി ചാൻ പോളിയോ ബാധിച്ചൊരു കുട്ടിയായിരുന്നു. ഉസ്കെ ലിയെ പേട് പർ ചढ़ ജാന അസംഭവ താ, അങ്ങനെ ഒരു കുട്ടിക്ക് മരത്തിൽ കയറുക എന്നുള്ളതൊക്കെ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഉസേ ആകെ തോത്തെ ചാൻ ജേസ മിത്ര മിൽ പാന മുഷ്കിൽ താ, അതിനേക്കാളും ഉപരി എന്താണ്, തോത്തെ ചാനെ പോലുള്ള ഒരു ഫ്രണ്ട് കിട്ടുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എല്ലാവർക്കും ഇതുപോലൊരു ഫ്രണ്ടൊന്നും കിട്ടില്ല എന്നർത്ഥം. തോത്തെ ചാൻ കെ അഥക് പരിശ്രം ഓർ സാഹസ് കെ ബദൗലത്ത്, തോത്തെ ചാനിൻ്റെ കഠിനമായിട്ടുള്ള പരിശ്രമവും പിന്നെ സാഹസ് കെ ബദൗലത്ത്, ആ ധൈര്യത്തിൻ്റെ ആ റിസൾട്ടുമായിട്ടാണ്, ബദൗലത്ത് എന്ന് പറഞ്ഞാൽ സാഹസ് കെ ബദൗലത്ത് എന്ന് പറഞ്ഞാൽ ആ ധൈര്യത്തിൻ്റെ ആ റിസൾട്ട്, അതിൻ്റെ കാരണത്താലാണ്
വഹ പെഹ്ലി ബാർ പേട് പർ ചढ़ पाया था. ആദ്യമായിട്ട് അവൻ മരത്തിൽ കയറാൻ കഴിഞ്ഞത്. യഹ് അവസർ മിൽന ഓർ കഭി അസംഭവ था. ഇങ്ങനൊരു അവസരം കിട്ടുക, ഇങ്ങനൊരു ചാൻസ് കിട്ടുക എന്നുള്ളത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അഗർ ഉൻകെ മാതാപിതാക്കോ ഇസ്കി ജാൻകാരി മിൽ ജാത്തി തോ, എങ്ങാനും അവരുടെ അമ്മയ്ക്കോ അച്ഛനും ഇതിൻ്റെ പറ്റിയിട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കബി യഹ് കാം കർണേ നഹി ദേത്തെ, ഇങ്ങനൊരു കാര്യം ചെയ്യാനേ സമ്മതിക്കില്ലായിരുന്നു. ഷായദ് ദോബാര ഐസ കബി നഹി കർ പാത്തെ, മേ ബി ഇനിയൊരു പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം ഇതുപോലെ ചെയ്യാൻ കഴിയില്ലായിരിക്കും എന്നാണ് പറയുന്നത്. അടുത്തത് പാർട്ട് സെ ആകെ പറഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ ചിന്തിച്ച് എഴുതേണ്ടത്. तोते चांद ने अपनी योजना को बड़ों से इसलिए छिपा लिया कि उसमें जोखिम था. തോത്തെ ചാൻ അവളുടെ പ്ലാനിനെ വലിയവരിൽ നിന്ന് ഒളിച്ചു വെച്ചു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉസ്മേ ജോഖിം ത, അതൊരു റിസ്കി ആയിരുന്നു അല്ലേ, കുറച്ച് അപകടം പിടിച്ച കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് യാസുക്കി ചാൻ കെ ഗിർ ജാനെ കി സംഭാവന തി, യാസുക്കി ചാൻ വീഴാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു ഇവിടെ. फिर भी उसके मन में यासुकी चान को पेड़ पर चढ़ाने की इच्छा थी. എന്നാലും എങ്ങനെയെങ്കിലും യാസുക്കി ചാനെ മരത്തിൽ കയറ്റാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അവൾക്ക്. ऐसी दृढ़ इच्छाएं बुद्धि और कठोर परिश्रम से अवश्य पूरी हो जाती है. ഇങ്ങനത്തുള്ള ऐसी दृढ़ इच्छाएं, ഇങ്ങനത്തുള്ള ആഗ്രഹങ്ങൾ, ദൃഢമായിട്ടുള്ള ആഗ്രഹങ്ങൾ ബുദ്ധിയും കഠോർ പരിശ്രമം, നല്ല ഹാർഡ് വർക്കും കൊണ്ട് തീർച്ചയായിട്ടും അത് പൂർത്തിയാവും നമുക്ക്. ആപ് किस तरह की सफलता के लिए तीव्र इच्छा और बुद्धि का उपयोग कर कठोर परिश्रम करना चाहते हैं. നിങ്ങളെല്ലാവരും ഏത് തരത്തിലുള്ള സഫലതയ്ക്ക് വേണ്ടിയിട്ട്, റിസൾട്ടിന് വേണ്ടിയിട്ടാണ് തീവ്രമായിട്ടുള്ള ഇച്ഛയും ബുദ്ധിയും ഒക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്, കഠോര പരിശ്രമം, നല്ലോണം ഹാർഡ് വർക്കും ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആൻസർ, കിസി ബി കാം മേ സഫലത പാനെ കെ ലിയെ, ഏതൊരു പണിയായാലും അതിൽ നമുക്ക് സഫലത കിട്ടാൻ വേണ്ടിയിട്ട്, സഫലമാകാൻ വേണ്ടിയിട്ട് തീവ്ര ഇച്ഛ, ലഗൻ, കഠോർ പരിശ്രം की आवश्यकता होती है. നല്ല തീവ്രമായിട്ടുള്ള ആഗ്രഹം, ഇൻട്രസ്റ്റ്, ലഗൻ, ശ്രദ്ധ, കഠോർ പരിശ്രം, ഹാർഡ് വർക്ക്, ഇതെല്ലാം ആവശ്യമാണ്. ഛാത്ര പരീക്ഷ മേ ഉച്ചകോട്ടിക്ക് സഫലത പ്രാപ്ത് കർണേ കെ ലിയെ, ഏതൊരു സ്റ്റുഡൻ്റ് ആയാലും പരീക്ഷയിൽ ഉച്ചകോട്ടിക്ക് സഫലത എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല മാർക്കോ നല്ല സ്കോറോ ഒക്കെ എന്ത് വേണമാവാം കിട്ടാൻ വേണ്ടിയിട്ട് ഇൻകാ ഉപयोग കരേ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കണം അവരുടെ ലൈഫിൽ. തഥാ ഛാത്ര സ്വയം അപ്നെ അപ്നെ വിചാർ പ്രസ്തുത് കർ സക്തെ ഹെ. ഇത് കൂടാതെ സ്റ്റുഡൻസ് അവരുടെ സ്വന്തം വിചാരങ്ങൾ അല്ലെങ്കിൽ സ്വന്തം പ്ലാനോ ഐഡിയോ അതും എല്ലാം നമുക്കവിടെ ഉപയോഗിക്കാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ, ഹം അക്സർ ബഹാദൂരി കെ ബഡെ ബഡെ കാർനാമോं के बारे में सुनते रहते हैं. നമ്മൾ സാധാരണയായിട്ട് ബഹാദൂരി എന്ന് പറഞ്ഞാൽ വീരത, അപ്പോൾ വീരതകളൊക്കെ നിറഞ്ഞ വലിയ വലിയ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലേക്കിൻ അപൂർവ അനുഭവ കഹാനി ഏക് മാമൂലി ബഹാദൂരി ഓർ ജോക്കിം കി ഓർ ഹമാരാ ധ്യാൻ കീസ്തി ഹെ. എന്നാൽ ഈ അപൂർവ അനുഭവം എന്നുള്ള ഈ കഥ നമുക്ക് ഒരു സാധാരണ രീതിയിലുള്ള, മാമൂലി എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ള ഒരു വീരതയും കുറച്ച് റിസ്ക് നിറഞ്ഞായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അങ്ങനെയാണ് നമുക്ക് മനസ്സിൽ വരുന്നത് ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ. യദി ആപ്കോ അപ്നെ ആസ്പാസ് കെ സംസാർ മേ കോയി രോമാഞ്ചകാരി അനുഭവം പ്രാപ്ത് കർനാ ഹോ തോ कैसे प्राप्त करेंगे. എങ്ങാനും നിങ്ങൾക്ക് നിങ്ങളുടെ ആ സറൗണ്ടിങ്ങിൽ ഒരു കോയി രോമാഞ്ചകാരി അനുഭവം, എന്തെങ്കിലും രോമാഞ്ചം വരുന്ന അനുഭവങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് എങ്ങനെ സാധിച്ചെടുക്കും. അപ്പോൾ അതിൻ്റെ ഉത്തരം വിദ്യാർത്ഥികളെ കൊണ്ട് സ്വയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്വയം ആലോചിച്ച് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, അനുമാൻ ഓർ കൽപ്പന എന്നുള്ളതിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്നി മാ സെ झूठ बोलते समय തോത്തെ ചാൻ की नज़रें नीचे क्यों थी. അമ്മയുടെ അടുത്ത് കള്ളം പറയുന്ന സമയത്ത് തോത്തെ ചാൻ്റെ ദൃഷ്ടി താഴെ ആയിരുന്നു, എന്തുകൊണ്ടായിരുന്നു. തോത്തെ ചാൻ ने यासुकी चान को अपनी पेड़ पर आमंत्रित किया था. തോത്തെ ചാൻ യാസുക്കി ചാനെ തൻ്റെ മരത്തിലേക്ക് ക്ഷണിച്ചിരുന്നു, മരത്തിൽ കയറാൻ വേണ്ടി ക്ഷണിച്ചിരുന്നു. യഹ് ബാത്ത് ഉസ്നെ അപ്നി മാസെ ചിപ്പായി തി. ഈ കാര്യം അവളുടെ അമ്മയുടെ അടുത്ത് ഒളിച്ചു വെച്ചിരുന്നു. ക്യൂങ്കി ഉസെ മാലൂം താ കി കാര്യ നഹി കർണേ ദേഗി. തീർത്തും അറിയായിരുന്നു അമ്മ ഈ റിസ്ക് ആയിട്ടുള്ള കാര്യം, ഈ അപകടം പിടിച്ച കാര്യം ചെയ്യാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന്. जब माँ ने उससे पूछा कि वह कहाँ जा रही है तो उसने झूठ कहा कि അമ്മ അവളുടെ അടുത്ത് ചോദിച്ചു നീ എവിടെയാണ് പോകണമെന്ന് ചോദിച്ച സമയത്ത് അമ്മയുടെ അടുത്ത് കള്ളം പറഞ്ഞു. എന്താ പറഞ്ഞ്, വഹ യാസുക്കി ചാൻ സെ മിൽനെ ഉസ്കെ ഘർ ജാ രഹി ഹെ. യാസുക്കി ചാനെ കാണാൻ വേണ്ടിയിട്ട് യാസുക്കി ചാൻ്റെ വീട്ടിലേക്കാണ് പോകണമെന്ന് കള്ളം പറഞ്ഞു.
യഹ് കേത്തെ സമയ ഉസ്കി നസറെ നീച്ചെ തീ. ഇത് പറയുന്ന സമയത്ത് അവളുടെ ദൃഷ്ടി താഴെയായിരുന്നു, താഴെ നോക്കിക്കൊണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് വെച്ചാൽ ക്യൂക്കി വഹ് മാസെ ഝൂട്ട് ബോൾ രഹി തീ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കള്ളം പറയായിരുന്നു, നുണ പറയായിരുന്നു. അതുകൊണ്ടാണ് അമ്മയുടെ മുഖം നോക്കി പറയാൻ സാധിക്കാണ്ട് താഴെ നോക്കി പറഞ്ഞത്. उसे डर था कि शायद वह माँ से नज़रें मिलाकर जब यह बात कहेगी तो പേടി ഉണ്ടായിരുന്നു. എന്താണ്, അമ്മയുടെ മുഖം നോക്കിയിട്ട് ഈ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഉസ്ക ഝൂട്ട് പകടാ ജായേഗ, അവൾ പറയുന്നത് കള്ളമാണെന്ന് പിടിക്കപ്പെടുന്നുള്ള ഭയം ഉണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, यासुकी चांद जैसे शारीरिक चुनौतियों से गुजरने वाले व्यक्तियों के लिए യാസുക്കി ചാനിനെ പോലെയുള്ള ശാരീരിക വെല്ലുവിളികളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ചടനെ ഉത്തർനെ കി സുവിധായെ ഹർ ജഗ നഹി ഹോത്തി. കയറാനും ഇറങ്ങാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ എല്ലാ സ്ഥലത്തൊന്നും ഉണ്ടാവില്ല. ലേക്കിൻ കുച്ച് ജഗാവോं पर ऐसी സുവിധായെ ദിഖായി ദേത്തി ഹെ. ചില സ്ഥലങ്ങളിൽ അങ്ങനത്തുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഫെസിലിറ്റീസൊക്കെ ഉണ്ടാവും, കാണാറുണ്ട്. ഉൻ സുവിധാ വാലി ജഗാവോं की सूची बनाइए. അങ്ങനെയുള്ള സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. विद्यालयों में अपंग बच्चों के लिए रेप बना रखे हैं. വിദ്യാലയവും മേ എന്നുള്ളത് ഈ രണ്ട് വരിയില്ല, ഒരു വരെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ വിദ്യാലയങ്ങളിൽ അപ്പങ്ക് ബച്ചോം കെ ലിയെ പറഞ്ഞാൽ അതുപോലെ ഹാൻഡിക്കാപ്പായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് റേപ്പ് ബനാ രखे हैं, റേപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മെട്രോ റെയിൽ में भी अपंगों को चढ़ने उतरने के लिए विशेष प्रकार की लिफ्ट लगा रखी है. മെട്രോ സ്റ്റേഷനുകളിലും എല്ലാം ഇതുപോലുള്ള ഹാൻഡിക്കാപ്പായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇറങ്ങാനും കയറാനും ഒക്കെ പ്രത്യേക തരത്തിലുള്ള ലിഫ്റ്റുകളുണ്ട്. അസ്പതാലോ മേ വീൽ ചെയർ ഹോത്തി ഹെ. ഹോസ്പിറ്റലുകളിൽ വീൽ ചെയറുകൾ ഉണ്ടാവും. ഹവായി അഡ്ഡോം പർ ബി യഹ് സുവിധ ഉപലബ്ധ് ഹെ. എയർപോർട്ടുകളിലും ഇതുപോലുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. വീൽ ചെയറോ അല്ലെങ്കിൽ ലിഫ്റ്റോ ഒക്കെ ഉള്ള ഫെസിലിറ്റീസ് എയർപോർട്ടിലും അവൈലബിൾ ആണ്. അടുത്തത് ഭാഷാ കി ബാത്ത് എന്നതിൽ നിന്നാണ്. വിശാഖ ശബ്ദ് दिव और शाखा के योग से बना है. ഇത് ആക്ച്വലി വിശാഖയല്ല കേട്ടോ, ദ്വിശാഖയാണ്. ദ വ നമുക്കിതിൻ്റെ മുമ്പ് ആൻസറിലും വന്നിട്ടുണ്ടായിരുന്നില്ലേ, രണ്ട് എന്ന് പറയില്ലേ, ദ വ ദ്വിശാഖ ശബ്ദ്. അത് ദിവ് പിന്നെ ശാഖ, അങ്ങനെ രണ്ട് വേർഡിൽ നിന്നാണ്, അങ്ങനെ രണ്ട് വേർഡ് കമ്പൈൻഡ് ആയിട്ടാണ് ദ്വിശാഖ എന്നുള്ള വേർഡ് ഉണ്ടായിരിക്കുന്നത്. ദിവ് കാ അർത്ഥ ഹെ ദോ. ദിവ് നിൻ്റെ മീനിങ് ആണ്, അർത്ഥമാണ് രണ്ട്, ദോ. और शाखा का अर्थ है डाल. शाഖ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ഡാൽ എന്ന് വെച്ചാൽ കൊമ്പ്. द्विशाखा पेड़ के तने का वह भाग है जहाँ से दो मोटी मोटी डालियाँ एक साथ निकलती है. ദ്വിശാഖ എന്ന് പറയുന്നത് മരത്തിൻ്റെ ആ ഭാഗമാണ്. ഏത് ഭാഗം എന്ന് വെച്ചാൽ ജഹാസെ ദോ മോട്ടി മോട്ടി ഡാലിയ, എവിടെ നിന്നാണോ രണ്ട് തടിച്ച കൊമ്പുകൾ ഒരുമിച്ച് വരുന്നത്. പറഞ്ഞാൽ ഒരു മരം എന്ന് പറയുമ്പോൾ അത് ഒറ്റ തടിയായിരിക്കും അല്ലേ, കുറച്ച് ദൂരം. അത് കഴിഞ്ഞതിന് ശേഷം രണ്ട് ശാഖകളായിട്ട് തിരിയില്ലേ, ആ ഭാഗത്തിനാണ് ഈ ഉദ്ദേശിക്കുന്നത് കേട്ടോ. രണ്ട് കൊമ്പുകളായിട്ട് തിരിയില്ലേ അവിടുന്ന്, അപ്പം ആ ഭാഗത്തിനെയാണ് പറയുന്നത്. വേ की बांधी आप त्री से बनने वाला शब्द त्रिकोण जानते होंगे. വി की ബാന്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വി ഷേപ്പിലല്ലേ അവിടെ ഇങ്ങനെ പിന്നെ ആ രണ്ട് ശാഖകളായിട്ട് തിരിയുന്ന ഭാഗത്ത് ഉണ്ടാവുക, അതാണ് പറയുന്നത്. പിന്നെ അതുകൂടാതെ ത്രീ സേ ബന്നെ വാല ശബ്ദ് ത്രികോൺ ജാനത്തെ ഹോങ്കെ. ത്രീ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ശബ്ദങ്ങൾ ത്രികോണം എന്ന് നമുക്കറിയാം അല്ലേ, അങ്ങനെ ഒരു വേർഡ് ത്രികോണം എന്ന് പറയില്ലേ, അത് ത്രീ എന്നൊക്കെ വെച്ചിട്ടല്ലേ തുടങ്ങുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ത്രീ കാ അർത്ഥ ഹോത്താ ഹെ തീൻ. ത്രീൻ്റെ അർത്ഥമാണ് മൂന്ന് എന്നുള്ളത്. ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിൾ, അതും ട്രൈ എന്നൊക്കെ പറയില്ല, അങ്ങനെ കുറച്ച് സാമ്യമുള്ളതല്ലേ ഉച്ചരിക്കുമ്പോൾ, അതാണ് പറയുന്നത്. ഇസ് പ്രകാർ 4, 5, 6, 7, 8, 9 और സംഖ്യാവാചി സംസ്കൃത് ശബ്ദ് ഉപയോഗ മേ അക്സർ ആത്തെ ഹെ. അതുപോലെ തന്നെ ഈ ത്രീ ദ്വി എന്നൊക്കെ പറയുന്ന പോലെ 4, 5, 6, 7, 8, 9 ഒക്കെ അങ്ങനത്തുള്ള സംഖ്യാവാചി ശബ്ദങ്ങൾ, സംസ്കൃതത്തിലുള്ള വാക്കുകൾ അങ്ങനെ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇൻ സംഖ്യാവാചി ശബ്ദോं की जानकारी प्राप्त कीजिए. അതുപോലുള്ള സംഖ്യകൾ വെച്ചിട്ട് ഉപയോഗിക്കുന്ന ശബ്ദങ്ങളുടെ എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ എടുത്തെഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. और देखिए कि वह क्या इन शब्दों की ध्वनियाँ अंग्रेज़ी संज्ञा के नामों से कुछ मिलती जुलती है. അപ്പോൾ പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ധ്വനിയ, അതിൻ്റെ സൗണ്ട്, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അംഗ്രേസി സംഖ്യാക്ക് നാമോസെ, അതേപോലെ സെയിം ഇംഗ്ലീഷിലുള്ള നമ്പറുകൾ വരുന്നതുമായിട്ട് കുച്ച് മിൽത്തി ജുൽത്തി ഹെ, കുറച്ച് സാമ്യമുള്ളതാണ്, ഒരുപോലെ ഉണ്ടാവും. ജैसे हिंदी 8,
സംസ്കൃതി അഷ്ട്. ഹിന്ദിയിൽ 8 എന്ന് പറയും, 8 അല്ലേ. സംസ്കൃതത്തിൽ അതിനെന്താ പറയുക, അഷ്ട്. ഇംഗ്ലീഷിൽ എന്താ പറയുക, 8. അപ്പോൾ ഇത്തിരി സാമ്യമുള്ളതല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഹിന്ദി, സംസ്കൃത്, അംഗ്രേസി 3 കോളമുണ്ട്. അപ്പോൾ ഹിന്ദിയിൽ എങ്ങനെയാണ് ആ നമ്പറിനെ വായിക്കുക എന്നുള്ളത്, അതേ തന്നെ സംസ്കൃതത്തിൽ എങ്ങനെയാണ്, ഇംഗ്ലീഷിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹിന്ദിയിൽ ദോ എന്ന് പറഞ്ഞാൽ 2, സംസ്കൃതത്തിൽ അതെന്താ പറയുക, ദുവി എന്ന് പറയും. ദ്വി എന്നും പറയും, ദൂവി എന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷെ ദ്വി, താഴെ ചെറുതായിട്ട് വാ, പിന്നെ ഈൻ്റെ മാത്ര, അങ്ങനെയും എഴുതും അല്ലേ. പിന്നെ അടുത്തത് ഇംഗ്ലീഷിൽ അതിനെന്താ പറയുക, 2, അതിനാണ് ധൂ എന്ന് എഴുതിയിരിക്കുന്നത്, അതിൻ്റെ അർത്ഥം 2 എന്നല്ലേ, അതാണ്. പിന്നെ തീൻ, അടുത്തത് തീൻ എന്ന് പറഞ്ഞാൽ 3 ഹിന്ദിയിൽ, സംസ്കൃതത്തിൽ അതിന് 3 എന്ന് പറയും. അതേപോലെ ഏകദേശം 3 തന്നെയാണ് ഇംഗ്ലീഷിലും പറയാനുള്ളത്. നെക്സ്റ്റ് പാഞ്ച്, ഹിന്ദിയിൽ പാഞ്ച്, സംസ്കൃതത്തിൽ പഞ്ച്, പിന്നെ ഇംഗ്ലീഷിൽ 5. അപ്പോൾ ചിലതൊക്കെ ഏകദേശം സാമ്യമുള്ളതല്ലേ, കുറച്ച് പ്രൊനൗൺസിയേഷനും ഒരുപോലെ ഉച്ചരിക്കുന്നതാണ്, അതാണ് പറയുന്നത്. അടുത്തത് ചെഹ്, 6 ചെഹ് പറയും ഹിന്ദിയിൽ, അതേ തന്നെ സംസ്കൃതത്തിൽ വരുമ്പോൾ അതിന് ഷഷ്ട് എന്ന് പറയും, ഇംഗ്ലീഷിൽ 6 എന്ന് പറയും. പിന്നെ ഹിന്ദിയിൽ 7, 7 അതിന് സംസ്കൃതത്തിൽ സപ്ത് എന്ന് പറയും, ഇംഗ്ലീഷിൽ 7. പിന്നെ അടുത്തത് ഹിന്ദിയിൽ 9 സംസ്കൃതത്തിൽ എന്താ പറയുക, നവം, നവം 9. അടുത്ത ക്വസ്റ്റ്യൻ, पाठ में टिटियाकर हंसने लगी, पीछे से दकियाने लगी, जैसे वाक्य आए हैं. പാഠത്തിലുള്ള കുറച്ച് സെൻറ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ടിട്ടിയാക്കർ ഹസ്നെ ലഗി പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചിരിക്കാൻ തുടങ്ങി. പീച്ചേസെ ദക്കിയാനെ ലഗി എന്ന് പറഞ്ഞാൽ പിന്നാലെ നിന്ന് തള്ളാൻ തുടങ്ങി, അല്ലെങ്കിൽ ഉന്താൻ തുടങ്ങി. അങ്ങനെയൊക്കെയുള്ള പാഠത്തിൽ സെൻറ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ടിട്ടിയാക്കർ ഹസ്നേക്ക് മത്ലബ് കാ ആപ്പ് അവശ്യ അനുമാൻ ലഗാ സക്തി ഹേ. ടിട്ടിയാക്കർ ഹസ്ന എന്നുള്ളത് കൊണ്ട് നിങ്ങളത് എന്തായിരിക്കും അനുമാനിക്കാൻ പറ്റും, നിങ്ങളത് എന്താണെന്ന് ആലോചിച്ചെടുക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. टी हंसना या ठट्टा मारकर हंसना बोलचाल में प्रयोग होता है. അവിടെ അർത്ഥം എന്താണ്, അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ഭയങ്കരമായിട്ട് കുലുങ്ങി ചിരിക്കുക എന്നൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിനാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇൻമേ ഹസ്നെ കി ധ്വനി കെ एक खास अंदाज को हंसी का विशेषण बना दिया गया है. ഇതിൽ ഹസ്നെ കി ധ്വനി കോ, ആ ചിരിക്കണ സൗണ്ടിന്, ചിരിക്കുമ്പോൾ വരുന്ന ആ സൗണ്ടിന് ഒരു പ്രത്യേക സ്റ്റൈലിൽ, ഒരു പ്രത്യേക രീതിയിൽ, ഖാസ് അന്താജ് എന്ന് പറഞ്ഞ ഒരു രീതിയിൽ ഹസി കാ വിശേഷൻ ബനാ ദിയ ഗയാ ഹെ, ആ ചിരിയുടെ വിശേഷണമായിട്ട്, ആ പ്രത്യേകതയായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ടിട്ടിയാക്കർ എന്ന് പറഞ്ഞിട്ട് അല്ലേ. പിന്നെ സാത്ത് ഹി ടിറ്റിയാന ഓർ ധക്കിയാന ശബ്ദമേ, അതിൻ്റെ കൂടെ തന്നെ ടിറ്റിയാന പിന്നെ ധക്കിയാന ഈ 2 വാക്കുകളിൽ കൂടിയിട്ട് ആന പ്രത്യയ പ്രയോഗുവാ ഹെ, ആന എന്നുള്ള ഒരു പ്രത്യയം യൂസ് ചെയ്തിട്ടുണ്ട്. പ്രത്യയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഇംഗ്ലീഷിൽ പ്രിഫിക്സ് സഫിക്സ് എന്ന് പറയില്ലേ, അതിൽ സഫിക്സ് ആണ് പ്രത്യയം. പ്രഫിക്സിന് ഉപസർഗ് എന്ന് പറയും, ആദ്യം ചേർക്കണത്. സഫിക്സിനാണ് പ്രത്യയം എന്ന് പറയുക, നമ്മൾ ലാസ്റ്റ് ചേർക്കണത്, വാക്കിൻ്റെ ലാസ്റ്റ്. ഇപ്പോൾ ടിട്ടിയാന തക്കിയാന എന്ന് പറയുമ്പോൾ ആന, ടിട്ടി പ്ലസ് ആന ടിട്ടിയാന, ധക്കി പ്ലസ് ആന ധക്കിയാന. അപ്പോൾ ആ ആന എന്ന് ലാസ്റ്റ് ചേർക്കുന്നതിനാണ് ഇവിടെ പ്രത്യയ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ പ്രത്യയം ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇസ് പ്രത്യയ സേ ഫിൽമാന ശബ്ദ ബി ബൻ ജാത്താ ഹെ. ആ പ്രത്യയം വെച്ചിട്ട് നമ്മൾ ഫിൽമാന എന്നുള്ളൊരു വേർഡും ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ആന പ്രത്യയ സേ ബന്നെ വാലെ 4 സാർത്ഥക് ശബ്ദ ലിഖിയേ. ആന പ്രത്യയം 4 വാക്കുകൾ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എൻഡിൽ ആന എന്ന് വരുന്നത്, അപ്പോഴാണത് പ്രത്യയമാവുക. ആൻസർ ഘറാന, ചലാന, ജുർമാന, റോസാന, ശർമാന. ഘറാന എന്ന് പറഞ്ഞാൽ വീട്ടുകാരെ, പിന്നെ ചലാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടത്തിക്കുക, എന്തെങ്കിലും നടത്തിക്കൊണ്ടുപോവുക, അതിനൊക്കെ ചലാന പറയും. ജുർമാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിഴ, ഫൈന്. റോജാന ഡെയിലി, ശർമാന നാണക്കേട് കാണിക്കുക, അതിന് ശർമാന എന്ന് പറയും. ഇനിയും ഇഷ്ടംപോലെ വേർഡ്സുകൾ എഴുതാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇപ്പോൾ പിലാന എന്ന് പറയുമെങ്കിൽ കുടിപ്പിക്കുക, ഗിറാന വീഴ്ത്തുക, ഖിലാന കളിപ്പിക്കുക, ബഹാന ഒഴുകുക, പിന്നെ ബജാന എന്തെങ്കിലും പ്ലേ ചെയ്യുക, ഹസാന ചിരിപ്പിക്കുക, ബഗാന ഓട്ടിപ്പിക്കുക, സജാന ഡെക്കറേറ്റ് ചെയ്യുക. അങ്ങനെ ഒരുപാട് വാക്കുകൾ എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം.